മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. മാധുരപൂർണ്ണ പ്രശോഭിതം ഈ ജീവിതം, ആർദ്രമാം ദൈവസ്നേഹം നിറയും പൂവനം. സ്നേഹദീപനാളമായി വിളങ്ങും ധന്യജീവിതം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഒരു ക്രിസ്മസ് കാലം കൂടി ആഗതമായിരിക്കുന്നു. ഉണ്ണീശോയെ ഹൃദയത്തെ സ്വീകരിക്കുവാൻ പ്രാർത്ഥനയുടെയും നോമ്പിൻ്റെയും ചൈതന്യത്തിലായിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും കൃപകളും അനുഗ്രഹങ്ങളും ധാരാളം വർഷിക്കപ്പെടുന്ന നഴ്സസ് ടൈമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. വളരെ കാലമായി ലോകമെമ്പാടുമുള്ള നഴ്സുമാർ പ്രാർത്ഥിച്ച് കാത്തിരുന്ന ഒരു മാസമാണ് ഡിസംബർ 2018. കാരണം ഇന്നു മുതൽ നഴ്സസ് ടൈമിലൂടെ ഗ്ലോബൽ നഴ്സസ് റിട്രീറ്റ് ആരംഭിക്കുകയാണ്. നമുക്കറിയാം, നഴ്സുമാരായ നമ്മളെ ഓരോരുത്തരെയും സംബന്ധിച്ചിടത്തോളം വർഷത്തിനാകെ ലഭിക്കുന്ന ഒരു മാസക്കാലത്തെ ലീവിൽ നിന്ന് ഒരാഴ്ചക്കാലം ഏതെങ്കിലും ധ്യാന കേന്ദ്രത്തിൽ താമസിച്ച് ധ്യാനത്തിൽ സംബന്ധിക്കുക എന്നത് മിക്കവാറും നടക്കാറില്ല. എന്നാൽ നഴ്സസ് മിനിസ്ട്രി ഒരുക്കുന്ന ഗ്ലോബൽ നഴ്സസ് റിട്രീറ്റായ റാഫ യഹോവയിലൂടെ ഈശോ നമ്മുടെ പ്രാർത്ഥന ശ്രവിച്ചിരിക്കുകയാണ്. ഈ ധ്യാന ശുശ്രൂഷ നയിക്കുവാനായി ഈശോ ഒരുക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ജോയി മേനാച്ചേരി അച്ഛനെയും റെനി പുല്ലുകാലയിൽ അച്ഛനെയും ഡോക്ടർ ജോൺ DA മോർത്ത് ഈശോയ്ക്ക് നമുക്ക് നന്ദി പറയാം. ഈ ധ്യാനത്തിൻ്റെ ആദ്യ ദിവസത്തിലേക്ക് നാം കടക്കുകയാണ്. തിരുവചനം ശ്രവിക്കുന്നതിനായി നമ്മുടെ ഹൃദയവാതിലുകളെ നമുക്ക് തുറന്നു വയ്ക്കാം. നമ്മുടെ നിയന്ത്രണം പൂർണ്ണമായും പരിശുദ്ധാത്മാവിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കാം. ഈ 1 മണിക്കൂർ സമയം ഹൃദയം നുറുങ്ങി ഈശോയെ നാം വിളിക്കുമ്പോൾ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നിരുന്ന മഗ്ദലന മറിയത്തിന് പ്രത്യക്ഷപ്പെട്ട ഉത്ഥിതനായ മിശിഹ നമ്മുടെ മുൻപിലും പ്രത്യക്ഷനാകും. ഈ ഉറച്ച വിശ്വാസത്തിൽ നിലനിന്നുകൊണ്ട് ഈ ധ്യാനത്തിലേക്ക് നമുക്ക് കടക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി, പരിശുദ്ധാത്മാവേ നന്ദി. ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിലിരുന്ന് ഈ നോമ്പ് കാലത്ത് ശാലോം ചാനലിലൂടെ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാ ദൈവമക്കൾക്കും, പ്രത്യേകിച്ച് ഹീലിംഗ് മിനിസ്ട്രിയിൽ, നഴ്സസ് മിനിസ്ട്രിയിൽ പങ്കാളികളായിരിക്കുന്നവർ, ആ ശുശ്രൂഷയ്ക്ക് വേണ്ടി ജീവിതത്തെ മുഴുവൻ സമർപ്പിച്ചിരിക്കുന്നവർക്ക് കർത്താവിൻ്റെ ഉന്നതമായ കൃപയും അഭിഷേകവും ഈ ദിവസങ്ങളിൽ കർത്താവ് നൽകട്ടെ എന്ന് ആശംസിക്കുന്നു. ഹല്ലേലൂയ. ഈശോയെ നന്ദി. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം 5-ാം തിരുവചനം ഈശോ വളരെ കൃത്യമായി ശിഷ്യന്മാരോട് പറഞ്ഞു, എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഹല്ലേലൂയ. ഇന്ന് ഈ ഒരു ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ, യൂട്യൂബിലൂടെ കാണുമ്പോഴോ ശാലോം ചാനലിൽ കാണുമ്പോഴോ, ഇത് ഏത് സാഹചര്യത്തിൽ ഈ ശുശ്രൂഷ പങ്കെടുക്കുമ്പോഴും പ്രിയപ്പെട്ടവരെ, തുടക്കത്തിൽ നമ്മുടെ കുറവുകൾ, നമ്മുടെ പോരായ്മ, വേണ്ട വിധം പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത, വേണ്ട വിധം വചനം ശ്രവിക്കാൻ പോലും പറ്റാത്ത നമ്മുടെ ദുർഭഗാവസ്ഥ നമ്മൾ അംഗീകരിക്കുകയാണ്. ദാനിയേലിന്റെ പുസ്തകത്തിൽ ദാനിയേലിനോട് കർത്താവ് പറയുന്നുണ്ട്, നീ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ നിമിഷം മുതൽ നിന്റെ പ്രാർത്ഥന കേട്ടു തുടങ്ങി. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ തന്നെ എളിമപ്പെടുത്താം. വേണ്ട വിധം കർത്താവ് ആഗ്രഹിക്കുന്ന വിധത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തവരാണ്. കർത്താവ് സഹായിച്ചില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ, ഈ വിശ്വാസത്തിന്റെ വചനം കേൾക്കാൻ പോലും പറ്റില്ല. കേട്ടാൽ അത് ഹൃദയത്തെ സ്പർശിക്കണമെങ്കിൽ കർത്താവ് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കണം. ഹല്ലേലൂയ. ഈ ഒരു ബോധ്യത്തോടു കൂടി നമ്മളെ തന്നെ എളിമപ്പെടുത്ത് ഈ ശുശ്രൂഷ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിന് നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മൾ ആരംഭിക്കുന്ന ശുശ്രൂഷകൾ മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ കൃപയെ നിറഞ്ഞ് പരിശുദ്ധാത്മാവ് നിയന്ത്രണം ഏറ്റെടുക്കട്ടെ. വചനം ശ്രവിക്കുവാൻ, വചനം സ്വീകരിക്കുവാൻ, വചനം ശ്രവിക്കുന്ന സമയത്ത് അത്ഭുതങ്ങളും അഭിഷേകവും സംഭവിക്കുവാൻ. ഇവിടെ സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ നമ്മുടെ ചിന്തയ്ക്ക് വിഷയമായി എടുക്കുന്ന വചനം യേശയ്യാ പ്രവാചകന്റെ പുസ്തകം
40-ാം അധ്യായം അതിൽ 29-ാമത്തെ തിരുവചനം. യെശയ്യായുടെ പ്രവചനം 40-ാം അധ്യായം 29-ാമത്തെ തിരുവചനം. പ്രവാചകനിലൂടെ കർത്താവ് പ്രകാരം പഠിപ്പിക്കുന്നു, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ഹല്ലേലൂയ. തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. ഈ വചനം ശ്രവിക്കുന്ന ഓരോ ദൈവമക്കളോടും കർത്താവിൻ്റെ പ്രവചനത്തിലൂടെ, പ്രവാചക ദൂതത്തിലൂടെ അവിടത്തേക്ക് പറയാനുള്ളത്, തളർന്നവന് അവിടുന്ന് ബലം നൽകും. ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ ചേരുന്ന ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന വ്യക്തികൾ ആര് തന്നെയാണെങ്കിലും, ഒരുപക്ഷെ ശുശ്രൂഷ മേഖലയിലായിരുന്ന അഭിഷേകം അംഗീകരിക്കുന്നവരാണെങ്കിൽ, ഒത്തിരിയേറെ വേദനിക്കുന്ന അവസ്ഥയിലൂടെ കടന്നു പോകുന്നവരാണെങ്കിലും, കർത്താവ് പറയുകയാണ്, തളർന്നവന് അവിടുന്ന് ബലം നൽകും. എങ്കിൽ ആ ഒരു വാഗ്ദാനം ഈ വചനം കേൾക്കുന്ന ഓരോ ദൈവമക്കൾക്കും ഉള്ളതാണ്. തളർന്നവർക്ക് ബലം നൽകുന്നവനാണ് എൻ്റെ ദൈവം. ഹല്ലേലൂയ. ഏത് ദിക്കിലാണെങ്കിലും ഇത് ഹൃദയത്തിൽ നമുക്ക് ആവർത്തിച്ചുകൊണ്ടിരിക്കുക, എൻ്റെ കർത്താവ് എനിക്ക് ബലം നൽകും. ഞാൻ ശരീരത്തിൽ തളർന്നവനാണെങ്കിൽ എൻ്റെ ശരീരത്തിൽ എൻ്റെ കർത്താവ് ബലം നൽകും. ഞാൻ മനസ്സിൽ തളർന്നവനാണെങ്കിൽ എൻ്റെ മനസ്സിൽ എൻ്റെ കർത്താവ് എന്നെ ബലപ്പെടുത്തും. എൻ്റെ ആത്മാവിൽ ഞാൻ തളർന്നവനാണെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ ആത്മാവിൽ ശക്തിപ്പെടുത്തും. കാരണം അവിടുത്തെ സ്വഭാവമാണ് തളർന്നവന് ബലം നൽകുക എന്നുള്ളത്. തളർന്നവന് ബലം നൽകുക എന്നുള്ളത് കർത്താവിൻ്റെ സ്വഭാവമാണ്. അവിടുത്തെ സ്വഭാവം അവിടുന്ന് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമായ കർത്താവ് തിരഞ്ഞെടുത്ത വ്യക്തികൾ, അത് പഴയ നിയമത്തിലാണെങ്കിലും പുതിയ നിയമത്തിലാണെങ്കിലും, തിരഞ്ഞെടുത്ത വ്യക്തികളുടെ എല്ലാം തന്നെ ചരിത്രം ഒരിക്കലും പാപത്തിലേക്ക് പോകാത്ത വ്യക്തികളല്ല, മറിച്ച് പാപത്തിന്റെ വഴിയെ പോയവര്, വീണ് പോയവര് ദൈവത്തിന്റെ സന്നിധിയിലേക്ക് അവിടുത്തെ കരുണ സ്വീകരിച്ച്, അവിടുത്തെ ശക്തി സ്വീകരിച്ച് തിരിച്ചു വന്നതിൻ്റെ ചരിത്രമാണ്. അത് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും ദൈവം തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസരുടെ ജീവിതത്തിൽ നമ്മളത് കാണുന്നുണ്ട്. വളരെ ചുരുക്കം ശുശ്രൂഷകളുടെ ജീവിതത്തിൽ മാത്രമേ അതല്ലാതെ അനുഭവങ്ങളുള്ളൂ. ഹല്ലേലൂയ. ഇന്ന് ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കർത്താവ് തൻ്റെ ജനത്തെ നയിക്കുവാൻ വേണ്ടി തിരഞ്ഞെടുത്ത് ഉപയോഗിച്ച, മഹത്വത്തിൻ്റെ ശുശ്രൂഷയ്ക്ക് വേണ്ടി ഉപയോഗിച്ച ഏതാനും വ്യക്തികളുടെ ജീവിതത്തിൽ അവരുടെ കഴിഞ്ഞ കാലവും അവരെ കർത്താവ് എങ്ങനെ ശക്തിപ്പെടുത്തി ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ചും നമ്മൾ പെട്ടെന്ന് കണ്ടുപോവുകയാണ്. ഹല്ലേലൂയ. അതിലേറ്റവും പ്രധാനപ്പെട്ട വ്യക്തി, ആദ്യമായി നമ്മൾ എടുക്കുന്ന ഒരു വ്യക്തി, അത് വിശുദ്ധ മഗ്ദലന മറിയത്തെ കുറിച്ചാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ അദ്ദേഹം ആഗോള സഭയുടെ പരമാധ്യക്ഷനായി ചാർജ് എടുത്തതിന് ശേഷം അദ്ദേഹം മഗ്ദലന മറിയത്തിന് കൊടുത്ത ഒരു പ്രത്യേക പേരുണ്ട്, അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന്. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന് വചനം പഠിപ്പിക്കുന്നു. ഇവളിൽ നിന്നാണ് കർത്താവ് യേശു 7 പിശാചുക്കളെ പുറത്താക്കിയത്. 7 പിശാചുക്കളുടെ അടിമത്തം ഉണ്ടായിരുന്ന വ്യക്തി പോരാഞ്ഞിട്ട് പാപത്തിന്റെ അടിമത്തത്തിലായി, വ്യഭിചാരത്തിന് അടിമത്തത്തിലായി, വ്യഭിചാരത്തിൽ പിടിക്കപ്പെട്ട സ്ത്രീയും കൂടിയാണ് അവള്. ആ ദേശത്തിന്റെ അശുദ്ധിയുടെ മൊത്ത കച്ചവടം ചെയ്തിരുന്ന വ്യക്തിയായിരുന്നു ഈ മഗ്ദലന മറിയം. പക്ഷേ അവൾ ലോകത്തിന്റെ സന്തോഷത്തിന്റെ പിന്നാലെ പോയ വ്യക്തി ഒരു വേള യേശുവിനെ കണ്ടു, യേശുവിനെ അറിഞ്ഞു. അവൾ പിന്നീട് യേശുവിന്റെ സാക്ഷിയായി തീരുന്നു. ഗത്സമന തോട്ടമെത്തിയപ്പോൾ ശിഷ്യന്മാർ ചിതറിക്കപ്പെട്ടു. കുരിശിന്റെ ചോട്ടിൽ വരുമ്പോൾ യോഹന്നാനും ഏതാനും ഭക്തസ്ത്രീകളും അവശേഷിച്ചു. പക്ഷെ യോഹന്നാന്റെ സുവിശേഷത്തിൽ മുന്നോട്ട് വരുമ്പോൾ അവസാനം യേശുവിന്റെ കബറിടത്തിലെത്തുമ്പോഴേക്കും ശിഷ്യന്മാരും തിരിച്ചു പോയതിനു ശേഷം അവശേഷിക്കുന്നത് മഗ്ദലന മറിയം മാത്രമാണ്. യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ 1-ാമത്തെ വാക്യം മുതൽ മഗ്ദലന മറിയത്തെ കുറിച്ച് പറയുന്നുണ്ട്, അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ മഗ്ദലന മറിയം ശവകൂടത്തിന്റെ അടുക്കിലേക്ക് വന്നു. പത്രോസ് വന്നിട്ടില്ല, യോഹന്നാൻ സ്ലീഹ വന്നിട്ടില്ല, വേറെ ശിഷ്യന്മാർ ആരും തന്നെ വന്നിട്ടില്ല. അപ്പോഴും അതിരാവിലെ ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ ശവക്കോട്ട മൃതശരീരം അടക്കിയിരിക്കുന്ന സ്ഥലം അതിനാൽ തന്നെ ഭയപ്പെടുത്തുന്ന സ്ഥലമാണ്. രണ്ടാമത് ഇത് അതിരാവിലെയാണ്, ഇരുട്ടായിരിക്കുമ്പോൾ തന്നെ വചനം പ്രത്യേകം പറയുന്നു. ഏതൊരു മനുഷ്യനും ഭയപ്പെടുത്തപ്പെടേണ്ട, ഭയത്തിന് അടിമത്തിൽ ആകേണ്ട ഒരു സാഹചര്യമാണ്.
എന്നിട്ടും അവൾ അതിരാവിലെ കബറിടത്തിലേക്ക് വന്നു, കല്ലറയിലേക്ക് വന്നു. ഇതോട് ചേർന്നൊരു വാചകം നമ്മൾ കൂട്ടി വായിക്കണം. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. ഹല്ലേലൂയ. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ഭയന്നിരിക്കാൻ തക്കതായ കാരണമാണ് ഇത്. ശവക്കോട്ടയിലേക്കാണ് പോകുന്നത്, കല്ലറയിലേക്കാണ് പോകുന്നത്, അതിരാവിലെയാണ്, ഇരുട്ടായിരിക്കുന്ന സമയമാണ്. പക്ഷെ ഇതൊന്നും തന്നെ അവളുടെ സ്നേഹത്തെ പിന്നോട്ട് വലിച്ചില്ല. കാരണം അവളുടെ ഹൃദയത്തിൽ നിന്ന് സ്നേഹം അവളെ പ്രചോദിപ്പിച്ചുകൊണ്ടിരുന്നു. മറ്റൊന്നും അവൾക്ക് പ്രശ്നമല്ലാതിരുന്നു. അവൾ ഈശോയെ സ്നേഹിച്ചു. 20-ാം അധ്യായത്തിൽ, യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ 10-ാമത്തെ വാക്യമാകുമ്പോഴേക്കും ഈ മഗ്ദലന മറിയം ചെന്ന് പറഞ്ഞ് പത്രോസ് യോഹന്നാനും കല്ലറ കാണാൻ വേണ്ടി വരുന്നുണ്ട്. കല്ലറയിൽ വന്ന് ശൂന്യമായ കല്ലറ കണ്ട് പത്രോസ് യോഹന്നാനും തിരിച്ചുപോയി. 10-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അനന്തരം ശിഷ്യന്മാർ തിരിച്ചുപോയി. ഹല്ലേലൂയ. ശിഷ്യന്മാർ തിരിച്ചു പോകുന്ന സമയത്തും ഈ മഗ്ദലന മറിയം കരഞ്ഞുകൊണ്ട് അവിടെ നിന്നിരുന്നു. യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ 11 മുതൽ വാക്യങ്ങളെ വചനം പഠിപ്പിക്കുകയാണ്. മറിയം കല്ലറയ്ക്ക് വെളിയിൽ കരഞ്ഞുകൊണ്ട് നിന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന വ്യക്തികൾ ആര് തന്നെയാണെങ്കിലും നിന്റെ കഴിഞ്ഞ കാല ജീവിതം എത്ര പരാജയത്തിൻ്റെതാണെങ്കിലും നിനക്ക് കർത്താവിന്റെ ബലിപീഠത്തിന് മുൻപിൽ, കർത്താവിന്റെ സാന്നിധ്യത്തിന് മുൻപിൽ കരഞ്ഞുകൊണ്ട് നിൽക്കാൻ പറ്റിയാൽ നിന്റെ ജീവിതത്തിന്റെ കഴിഞ്ഞ കാലത്തിന്റെ തകർച്ച, കഴിഞ്ഞ കാലത്തിന്റെ പരാജയം, കഴിഞ്ഞ കാലത്തിന്റെ ഓർക്കാൻ നീ ഇഷ്ടപ്പെടാത്ത ആ നൊമ്പരപ്പെടുത്തുന്ന മുറിവുകളുടെ കാലഘട്ടം നിന്റെ കർത്താവ് മാറ്റി നിന്നെ പുതിയ ശക്തിയാക്കി, സൃഷ്ടിയാക്കി മാറ്റും. ഹല്ലേലൂയ. കാരണം അവിടുത്തെ സ്വഭാവം അവിടുന്ന് തളർന്നവന് ബലം നൽകുന്നവനാണ്. അവിടുന്ന് തളർന്നവന് ബലം നൽകുന്നവനാണ്. വചനം പഠിപ്പിക്കുന്ന യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായത്തിൽ അവൾ കരഞ്ഞുകൊണ്ട് കല്ലറയുടെ മുൻപിൽ നിൽക്കുകയാണ്. കരഞ്ഞുകൊണ്ട് നിൽക്കുന്നവൾ. അടുത്ത വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ വചനം പഠിപ്പിക്കുന്നു 12-ാമത്തെ വാക്യത്തിൽ 2 ദൂതന്മാർ അവളുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. വെള്ള വസ്ത്രം ധരിച്ച് 2 ദൂതന്മാർ യേശുവിന്റെ ശരീരം വെച്ചിരുന്നിടത്ത് ഒരുവൻ തലക്കിലും ഇതരൻ കാൽക്കിലുമായി ഇരിക്കുന്നത് അവൾ കണ്ടു. തൊട്ടുമുമ്പ് പത്രോസ് യോഹന്നാനും വന്നു പോയതാണ്. അവരും അപ്പസ്തോലന്മാരാണ്. അവരും കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തികളാണ്. ബാക്കിയെല്ലാം ഉപേക്ഷിച്ച് ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ വേണ്ടി ഇറങ്ങി തിരിച്ചവരാണ്. പക്ഷേ അവരുടെ ജീവിതത്തിൽ ശൂന്യമായ കല്ലറ കണ്ട് അവര് തിരിച്ചുപോയി. യേശു എവിടെ പോയി എന്നതിനെ കുറിച്ച് അവരധികം ആകുലചിത്തരായിരുന്നില്ല. ശൂന്യമായ കല്ലറയും ചുരുട്ടി വെച്ച കച്ചയും കണ്ടിട്ട് അവര് തിരിച്ചുപോയി. പക്ഷേ അവരെക്കാൾ ഒരു പടി കൂടി ഈശോയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ മഗ്ദലന മറിയം മുൻപിട്ട് നിന്നു. അതുകൊണ്ട് പത്രോസും യോഹന്നാനും തിരിച്ചു പോയിട്ടും അവൾ അവിടെ കരഞ്ഞുകൊണ്ട് നിന്നു. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മൾ കർത്താവിന് വേണ്ടി വേല ചെയ്യുമ്പോൾ നമ്മുടെ കൂടെയുള്ള പത്രോസ് ഒരു പക്ഷേ ഇടറിപ്പോയിട്ടുണ്ടാകാം, യോഹന്നാൻ ഒരു പക്ഷേ കർത്താവിന് സാന്നിധ്യം വിട്ടു പോയിട്ടുണ്ടാകാം. എങ്കിലും നീ കരഞ്ഞുകൊണ്ട് നിന്നാൽ നിന്റെ ജീവിതത്തിൽ ദൂതന്മാരുടെ സാന്നിധ്യം കിട്ടും. നിന്റെ ജീവിതത്തിൽ ദൂതന്മാരെന്ന് പറഞ്ഞാൽ സ്വർഗത്തിന്റെ വെളിപ്പെടുത്തലാണല്ലോ, സ്വർഗത്തിന്റെ സാന്നിധ്യമാണല്ലോ. നീ ഹൃദയം തുടങ്ങിയ വ്യക്തിയാണെങ്കിൽ, നീ ഈശോയ്ക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർ പൊക്കോട്ടെ, മറ്റുള്ളവർ പോയോ ഇല്ലയോ അത് കർത്താവ് നോക്കുന്നില്ല. ഈശോ ഓരോ വ്യക്തിയുടെയും ഹൃദയത്തെ ശ്രദ്ധിക്കുന്നു. ഈശോ ഓരോ വ്യക്തിയുടെയും മനസ്സിനെ ശ്രദ്ധിക്കുന്നു. നിന്റെ കൂടെയുള്ള കോർഡിനേറ്റർ പക്ഷേ സഭ ഉപേക്ഷിച്ച് പോയേക്കാം. നിന്നെ വചന പ്രഘോഷണം വഴി വിശ്വാസത്തെ കൊണ്ടുവന്ന വ്യക്തി ഒരുപക്ഷെ വിശ്വാസത്തിന് പോയേക്കാം, സഭ വിട്ടു പോയേക്കാം. പക്ഷേ നീ കരഞ്ഞുകൊണ്ട് കല്ലറയുടെ വാതിൽക്കൽ നിന്നാൽ, യേശു സന്നിധിയിൽ നിന്നാൽ നിനക്ക് വേണ്ടി ദൂതൻ പ്രത്യക്ഷപ്പെടും. ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, അവിടെ കൊണ്ട് തീരുന്നില്ല. 13-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ സുവിശേഷം 20-ാം അധ്യായം 13 ഈ ദൂതന്മാരെ മഗ്ദലന മറിയത്തോട് ചോദിക്കുന്നുണ്ട്. അവർ അവളോട് ചോദിച്ചു, സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ എന്തിനാണ് നീ കരയുന്നത്? കർത്താവിന്റെ സന്നിധിയിൽ വന്ന് നമ്മൾ നിലവിളിക്കുമ്പോഴും, കർത്താവിന്റെ സന്നിധിയിൽ വന്ന് നമ്മൾ നെടുവീർപ്പിടുമ്പോഴും പ്രിയപ്പെട്ടവരെ, ഈ ചോദ്യം ദൂതന്മാർ നമ്മളോട് ചോദിക്കും. ആരൊക്കെ നിലവിളിച്ചാലും, ആരൊക്കെ നെടുവീർപ്പിട്ടാലും ദൂതന്മാർ അവരുടെ അടുത്തേക്ക് വരും. കാരണം ഇവിടെ നിന്ന് ഉയരുന്ന പ്രാർത്ഥനകൾക്ക് നേരെ എൻ്റെ കണ്ണും കാതും ജാഗരൂകമായിരിക്കും. ഇത് അവിടുത്തെ വാഗ്ദാനമാണ്. ഹല്ലേലൂയ. ദൂതന്മാർ ചോദിച്ചു, നീ എന്തിനാണ് കരയുന്നത്? മഗ്ദലന മറിയം പറയുന്ന മറുപടി പ്രിയപ്പെട്ടവരെ, ഈശോയുടെ പിന്നാലെ ഇറങ്ങിത്തിരിക്കുന്നവരുടെ ജീവിതത്തിൽ, ഈശോയ്ക്ക് വേണ്ടി വേല ചെയ്യാൻ ഇറങ്ങിത്തിരിക്കുന്ന ജീവിതത്തിൽ ഈ മറുപടി വളരെ പ്രധാനപ്പെട്ടതാണ്. അവൾ പറഞ്ഞു, എൻ്റെ കർത്താവിനെ
അവർ എടുത്തുകൊണ്ടുപോയി. എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. വെറുതെ കർത്താവിനെ എടുത്തുകൊണ്ടുപോയി എന്നല്ല പറയുന്നത്, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. ഹല്ലേലൂയ. ഗബ്രിയേലി ബോസ് എന്ന മിസ്റ്റിക്കിന്റെ പുസ്തകത്തിൽ, ആത്മമിത്ര എന്ന പുസ്തകത്തിൽ, അതിൽ ഈശോയെ ഈ ഗബ്രിയേലി ഒരിക്കൽ വിളിക്കുന്നുണ്ട്, ഈശോയെ എൻ്റെ സ്നേഹമേ എന്ന്. എന്നിട്ട് ഈശോ അതിന് മറുപടി പറയുന്നുണ്ട്, നീ എന്നെ എൻ്റെ സ്നേഹമേ എന്ന് വിളിച്ചത് കൊണ്ട് നിന്റെ മേൽ ഞാൻ പുതിയ കൃപകൾ വർഷിക്കുന്നു. ഹല്ലേലൂയ. എൻ്റെ ഈശോയെ എന്ന് വിളിക്കുക, അത് വിശ്വാസമുള്ള എല്ലാവരും വിളിക്കും. പക്ഷേ വിശ്വാസത്തിന്റെ തലത്തിൽ നിന്ന് അടുത്തൊരു ലെവലിലേക്ക് ഞാനും എൻ്റെ ഈശോ എന്നൊരു ബന്ധം. ഈശോ പറഞ്ഞു, ഞാനും എൻ്റെ പിതാവ് ഒന്നാണ് എന്ന് പറഞ്ഞതുപോലെ ഞാനും എൻ്റെ ഈശോയും ഒന്നാണ്. എൻ്റെ കർത്താവ്, എൻ്റെ ഈശോ, എൻ്റെ ഈശോയെ എൻ്റെ സ്നേഹമേ എന്ന് ഹൃദയത്തിൽ നിന്ന് ഗബ്രിയേലി ബോസ് വിളിച്ചപ്പോൾ ഈശോ പറഞ്ഞു, നീ എന്നെ എൻ്റെ പേര് വിളിക്കുന്നതിനേക്കാളുപരി നീ എന്നെ സ്നേഹമേ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ ഹൃദയം ജ്വലിച്ചു, നിനക്ക് പുതിയ കൃപകൾ തരികയാണ്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. പ്രിയപ്പെട്ടവരെ, ഇവിടെ മക്ലിന മറിയം പറഞ്ഞു, എൻ്റെ കർത്താവിനെ അവർ എടുത്തുകൊണ്ടുപോയി. എൻ്റെ കർത്താവിന്, അവളുടെ വേദന ഇന്ന് ഇവൾ ഈ കല്ലറയുടെ വാതിക്കൽ നിൽക്കുന്നത് അപ്പം വർദ്ധിപ്പിച്ച് അത്ഭുതം കാണാൻ വേണ്ടിയിട്ടല്ല, വേറെ എന്തെങ്കിലും സൗഖ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ഇവളുടെ ആഗ്രഹം യേശുവാണ്. എൻ്റെ യേശുവിനെ അവർ എടുത്തുകൊണ്ടുപോയി. എന്നിട്ട് അടുത്ത വാക്യങ്ങൾ ശ്രദ്ധിക്കുക, അവർ അവനെ എവിടെയാണ് വെച്ചിരിക്കുന്നത് എന്ന് എനിക്ക് അറിഞ്ഞുകൂടാം. അടക്കം ചെയ്യപ്പെട്ട ശരീരം 3-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസം ദുർഗന്ധം ഉണ്ടാകും. അച്ഛൻ ഈ ദിവസങ്ങളിൽ ഒരു സ്ഥലത്ത് ശവസംസ്കാര ശുശ്രൂഷയ്ക്ക് പോയി. 24 മണിക്കൂർ ആകുന്നതിന് മുമ്പ് തന്നെ ഡെഡ് ബോഡി വെച്ച് പെട്ടിയുടെ അടുത്ത് ചെന്നപ്പോൾ ദുർഗന്ധമാണ്. ഇവിടെ 3-ാമത്തെ ദിവസമാണ്. ഹല്ലേലൂയ. എന്നിട്ടും അവൾ പറയാണ്, എൻ്റെ കർത്താവിനെ അവർ എവിടെയാണ് വെച്ചിരിക്കുന്നതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ദൂതന്മാരെ കണ്ടതുകൊണ്ട് മഗ്ദലന മറിയം സംതൃപ്തിയായില്ല. അവൾക്കിനിയും വേണ്ടത് യേശുവിനെയാണ്. എന്തെങ്കിലും ഒരു ദൈവാനുഭവമോ എന്തെങ്കിലും സ്വർഗത്തിന് ഇടപെടല കൊണ്ട് മാത്രം അവൾ തൃപ്തിയായില്ല. ദൈവത്തിന്റെ എന്തെങ്കിലും കൃപയ്ക്ക് വേണ്ടി അല്ല അവൾ ദാഹിച്ചത്, മറിച്ച് അവൾ ദാഹിച്ചത് യേശുവിന് വേണ്ടി തന്നെയാണ്. ഹല്ലേലൂയ. വിശുദ്ധ മരിയ ഫൗസ്റ്റിയുടെ ഡയർ ഗ്രൂപ്പിൽ വിശുദ്ധ മരിയ ഫൗസ്റ്റിയോട് ഈശോ പറയുന്നുണ്ട്, എൻ്റെ പ്രിയപ്പെട്ട മകളെ, നീ എൻ്റെ ഹൃദയത്തിൻ്റെ സ്നേഹവാചനമാണ്. നീ ചോദിച്ചാൽ നിനക്ക് വേണ്ടി ഞാൻ പുതിയൊരു ലോകത്തെ സൃഷ്ടിക്കും, പുതിയൊരു ഭൂമിയെ സൃഷ്ടിക്കും. അതിന് വിശുദ്ധ മരിയ ഫൗസ്റ്റിന് പറഞ്ഞ മറുപടിയുണ്ട്. വിശുദ്ധ ഈശോയോട് പറഞ്ഞു, എൻ്റെ ഈശോയെ, എനിക്ക് പുതിയൊരു ലോകത്തെ അല്ല ആവശ്യം, എനിക്ക് നിന്നെയാണ് ആവശ്യം. എനിക്ക് പുതിയൊരു ലോകത്തെ അല്ല ആവശ്യം, എനിക്ക് നിന്നെയാണ് ആവശ്യം. തുടർന്നുള്ള പാരഗ്രാഫിൽ വിശുദ്ധ മരിയ ഫൗസ്റ്റിയുടെ ഡയറിയിൽ വിശുദ്ധയോട് ഈശോ പറയുന്നുണ്ട്, നീ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത്, നീ ഇപ്പോൾ എൻ്റെ അടുത്ത് വരുന്നത് എന്തെങ്കിലും കൃപാവരങ്ങൾക്ക് വേണ്ടി അല്ലെന്ന് എനിക്കറിയാം. നീ എന്നെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് എൻ്റെ അടുത്ത് വരുന്നതെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യമുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇവിടെ യോഹന്നാന്റെ സുവിശേഷത്തിൽ 20-ാം അധ്യായത്തിൽ തുടർന്നുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ 14-ാമത്തെ വാക്യമായപ്പോഴേക്കും ഇത് പറഞ്ഞിട്ട് പുറകോട്ട് തിരിഞ്ഞപ്പോൾ യേശു നിൽക്കുന്നത് അവൾ കണ്ടു. എൻ്റെ കർത്താവിന് അവർ എടുത്തുകൊണ്ടുപോയി എന്ന് പറഞ്ഞ് ഈശോയുടെ സാന്നിധ്യത്തിന് വേണ്ടി ദാഹിച്ച വ്യക്തിയുടെ മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-38 വാക്യങ്ങൾ ഈശോ പറഞ്ഞാല്, ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവൻ എൻ്റെ അടുക്ക് വന്ന് കുടിക്കട്ടെ. ആ ഒരു ദാഹത്തോടെ യേശുവിൻ്റെ അടുത്തേക്ക് വന്ന വ്യക്തിയായിരുന്നു മഗ്ദലന മറിയം. കല്ലറയിലേക്ക് വന്ന വ്യക്തിയായിരുന്നു മഗ്ദലന മറിയം. അവൾ ദാഹിച്ചു, ഈശോയെ കാണണം, ഈശോയെ സ്നേഹിക്കണം, എനിക്ക് എൻ്റെ ഈശോയുടെ സാന്നിധ്യം വേണം. അവളുടെ അടുത്തേക്ക് യേശു വന്നു. ഹല്ലേലൂയ. 15-ാമത്തെ വാക്യം, യേശു വന്നിട്ടും അവളോട് ചോദിക്കുന്ന ചോദ്യം മുൻപത്തെ ചോദ്യം തന്നെയാണ്. യേശു അവളോട് ചോദിച്ചു, സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? സ്ത്രീയെ, എന്തിനാണ് നീ കരയുന്നത്? പ്രിയപ്പെട്ടവരെ, ഇന്ന് ഈ ശാലോം ചാനലിലൂടെ ഈ ശുശ്രൂഷ കാണുന്ന വ്യക്തികൾ, അത് വീട്ടിലിരുന്ന് കാണുമ്പോഴോ ഓഫീസിൽ നിന്ന് കാണുമ്പോഴോ എവിടെ ഇരുന്ന് കണ്ടാലോ ദൂതന്മാർ ചോദിച്ച അതേ ചോദ്യം കർത്താവ് നിന്നോട് ചോദിക്കുകയാണ്.
സ്ത്രീയെ, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? അത് നിന്റെ രോഗത്തെ ഓർത്തായിരിക്കാം, നിന്റെ കുടുംബത്തിന്റെ പ്രശ്നത്തെ ഓർത്തായിരിക്കാം, സാമ്പത്തിക ഞെരുക്കത്തെ ഓർത്തായിരിക്കാം, ആത്മീയ മേഖലയിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ പറ്റാത്തതിനെ ഓർത്തായിരിക്കാം. ഒത്തിരി പരിശ്രമിച്ചിട്ടും ചില തടക്കദോഷങ്ങളിൽ നിന്ന് മോചനം പ്രാപിക്കുന്നില്ലല്ലോ. ഒരുപക്ഷെ കൂടെയുള്ള ചിലരൊക്കെ ഇടറിപ്പോയത് നൊമ്പരമായിരിക്കാം. എന്തെന്നായിക്കോട്ടെ, കർത്താവ് നിന്നോട് ഇത് ചോദിക്കുകയാണ്, നീ എന്തിനാണ് കരയുന്നത്? നീ എന്തിനാണ് കരയുന്നത്? മഗ്ദലന മറിയം പറഞ്ഞു, അത് കർത്താവാണെന്ന് അവൾക്ക് മനസ്സിലാകുന്നില്ല. അത് തോട്ടക്കാരനാണെന്ന് വിചാരിച്ചിട്ട് അവൾ പറഞ്ഞു, പ്രഭോ, അങ്ങ് അവനെ എടുത്തു കൊണ്ടുപോയെങ്കിൽ എവിടെ വെച്ചു എന്നോട് പറയുക, ഞാൻ അവനെ എടുത്തു കൊണ്ടുപോയിക്കൊള്ളാം. 33-ാമത്തെ വയസ്സിൽ മരിച്ച പൂർണ്ണ ആരോഗ്യമുള്ള ഒത്ത ശരീരമുള്ള ഒരു യഹൂദ ചെറുപ്പക്കാരനാണ് യേശു. അവനെ എനിക്ക് ഒറ്റയ്ക്ക് എടുത്തുകൊണ്ടുപോകാൻ പറ്റുമോ എന്നൊന്നും വിവേകമോൾ ചിന്തിക്കുന്നില്ല. ഇത് ജീർണിച്ച ശരീരമാണ്, 3-ാമത്തെ ദിവസമാണ്. ഈ ജീർണിച്ച ശരീരമായി ഞാൻ എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്? അതൊന്നും അവൾ ചിന്തിക്കുന്നില്ല. പ്രതിസന്ധികളെ കുറിച്ചോ പ്രതിബന്ധങ്ങളെ കുറിച്ചോ അവൾ ചിന്തിക്കുന്നില്ല. അവൾക്ക് ഒറ്റ കാര്യം മാത്രമേ ഉള്ളൂ, എനിക്ക് അവനെ എടുത്തുകൊണ്ട് പോകണം, എനിക്ക് അവനെ വേണം, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. ഒരമ്മ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോകുന്നത് പോലെ മഗ്ദലന മറിയം പറയാണ്, ഞാൻ അവനെ എടുത്തുകൊണ്ടുപോയിക്കൊള്ളാം. ഇത് ദുർഗന്ധം വന്നോ, 3-ാമത്തെ ദിവസമാണോ, ശരീരം എനിക്ക് താങ്ങുന്നതാണോ, അതൊന്നും അവൾ ചിന്തിക്കുന്നില്ല. സ്നേഹം പ്രതിബന്ധം അറിയുന്നില്ല. അവൾ യേശുവിന് വേണ്ടി ദാഹിച്ചു, അവൾ യേശുവിന് വേണ്ടി അധ്വാനിച്ചു, അവളുടെ ജീവിതത്തെ യേശുവിന് വേണ്ടി മാറ്റി വെച്ചു. അവളെ സഭ നൂറ്റാണ്ടുകൾക്ക് ശേഷം വിളിച്ചു അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന്. അപ്പസ്തോലന്മാരുടെ അപ്പസ്തോല എന്ന്. പ്രിയപ്പെട്ടവരെ, 20 നൂറ്റാണ്ട് മുമ്പ് യേശുവിൻ്റെ കല്ലറയുടെ മുൻപിൽ കരഞ്ഞോട് നിന്നിരുന്നവളെ സഭ ഔദ്യോഗികമായി അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലന്മാരെന്ന് വിളിച്ചത് എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷമാണ്. ഹല്ലേലൂയ. മനുഷ്യൻ അംഗീകരിക്കുന്നത് പിന്നീടായിരിക്കും വരുന്നത്. പക്ഷേ യേശു കല്ലറയുടെ വാതിക്കൽ നിൽക്കുന്നവളെ അന്നേ അംഗീകരിച്ചു. അതുകൊണ്ട് തന്നെ അപ്പസ്തോലന്മാരുടെ അടുത്തേക്ക് യേശുവിൻ്റെ ഉയർപ്പിനെ കുറിച്ച് പറയാൻ വേണ്ടി യേശു നിയോഗിച്ചത്, തൻ്റെ ഉയർപ്പിൻ്റെ സാക്ഷിയായി യേശു നിയോഗിച്ച് ആദ്യത്തെ വ്യക്തി ഈ ഭൂമിയിൽ, അത് ഈ പാവപ്പെട്ട പെണ്ണാണ് മഗ്ദലന മറിയം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിൽ ഏത് സാഹചര്യത്തിലാണെങ്കിലും, ഏത് മേഖലയിലുള്ളവരാണെങ്കിലും, എത്ര കഴിവ് കുറവുള്ളവരാണെങ്കിലും, നിന്റെ ഹൃദയത്തിൽ ഈശോയ്ക്ക് വേണ്ടി ഒരു ദാഹമുണ്ടെങ്കിൽ, ഈശോയ്ക്ക് വേണ്ടി ഒരു അഭിനിവേശം ഉണ്ടെങ്കിൽ, ഈശോ നിന്റെ അടുത്ത് വരും. ആരെങ്കിലും എൻ്റെ അടുക്ക വന്നാൽ, ദാഹിക്കുന്ന എൻ്റെ അടുക്ക വന്ന് കുടിക്കട്ടെ, ഈശോ പറഞ്ഞു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 7-ാമത്തെ വാക്യം, ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഈശോ പറഞ്ഞു. അന്വേഷിക്കും നിങ്ങൾ കണ്ടെത്തും ഈശോ പറഞ്ഞു. മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടുമെന്ന് ഈശോ പറഞ്ഞു. എങ്കിൽ ഈശോയ്ക്ക് വേണ്ടി ചോദിച്ചാൽ, ഈശോയുടെ സ്നേഹത്തിനോട് ദാഹിച്ചാൽ, നീ അതിനു വേണ്ടി അധ്വാനിച്ചാൽ, അന്വേഷിച്ചാൽ, കർത്താവ് നിനക്ക് സമീപസ്ഥനാണ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ 2ാമത് കാണുന്ന വ്യക്തി അത് യോനാ പ്രവാചകനാണ്. പഴയ നിയമത്തിൽ ദൈവമായ കർത്താവ് നേരിട്ട് ദൗത്യം ഏൽപ്പിച്ചിട്ടും ദൈവത്തോട് മറുതലിച്ച് സ്വന്തം ഇഷ്ടപ്രകാരം കപ്പൽ കയറി പോകുന്ന യോനാ പ്രവാചകൻ, അനുസരണക്കേടിൻ്റെ മൂർത്തിഭാവം, തന്നിഷ്ടത്തിൻ്റെ മൂർത്തിഭാവം. കപ്പലിൽ ജനം മുഴുവൻ നിലവിളിച്ച് കരയുമ്പോൾ അടുത്തട്ടി കിടന്ന് സ്വസ്ഥമായി ഉറങ്ങുന്ന യോനാ പ്രവാചകൻ, ചുറ്റുപാട് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് സ്വന്തം കാര്യത്തിൽ മാത്രം ശ്രദ്ധിക്കുന്നവൻ. എന്തിനേറെ അവസാനം നിനവയിലേക്ക് വന്നിട്ട് ദൈവം കരുണ കാണിക്കുമ്പോൾ ദൈവത്തോട് പോലും കോപിക്കുന്ന, തർക്കുത്തരം പറയുന്ന ധിക്കാരിയായ പ്രവാചകൻ. പക്ഷേ ദൈവമായ കർത്താവ് ആ യോനാ പ്രവാചകനെ തള്ളിക്കളഞ്ഞില്ല. അവന്റെ കുറവുകൾ കൊണ്ടോ, അവന്റെ അനുസരണക്കേട് കൊണ്ടോ, അവന്റെ തീക്ഷ്ണത കുറവ് കൊണ്ടോ, അവന്റെ കരുണയില്ലായ്മ കൊണ്ടോ ആ ജനം നശിക്കുന്നത് കാണാൻ വേണ്ടി മാറി നിന്നിട്ട് അത് നോക്കിക്കൊണ്ടിരുന്ന പ്രവാചകനെ കർത്താവ് തള്ളിക്കളയുന്നില്ല. അവന്റെ പേൽ പോലും വെയിലുദിക്കാതിരിക്കാൻ വേണ്ടി, സൂര്യപ്രകാശം അടിക്കാതിരിക്കാൻ വേണ്ടി കർത്താവ് അവന് വേണ്ടി ഒരു ചെടി മുളപ്പിച്ചതാണ്. ഹല്ലേലൂയ. പ്രവാചകനെ, യോനാ പ്രവാചകനെ അവൻ്റെ കുറവുകൾ മനസ്സിലാക്കിയിട്ടും അവനെ വീണ്ടും പിന്നാലെ പോയി നിനവയിലേക്ക് അയക്കുന്ന കർത്താവ്, അവനെ കർത്താവ് തള്ളിക്കളഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഒരു
ദേശം മുഴുവൻ നശിച്ചു പോയനെ പ്രവാചകനില്ലാതെ. കർത്താവിൻ്റെ ദീർഘക്ഷമ ദുർബലന് അവൻ ശക്തി നൽകി. മഗ്ദലന മറിയത്തിനോട് ശക്തി നൽകി. ഇതാ യോനാ പ്രവാചകൻ ആത്മീയ മേഖല ദുർബലപ്പെട്ട വ്യക്തിയായിരുന്നു. പക്ഷെ കർത്താവ് അവനെ ശക്തിപ്പെടുത്തി നിനവയെ ദേശത്തെ രക്ഷിക്കാൻ വേണ്ടി തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ബൈബിളിൽ നമ്മൾ കാണുന്ന മൂന്നാമത്തെ ഒരു വ്യക്തിയും അത് സമരിയാക്കാരി സ്ത്രീയാണ്. ഉച്ച സമയത്ത് യേശുവിൻ്റെ അടുത്തേക്ക് കിണറ്റിനരികെ വെള്ളം കോരാൻ വേണ്ടി വരുമ്പോൾ അവൾ ഒറ്റയ്ക്കാണ് വരുന്നത്. ബൈബിളിൽ അതിനൊക്കെ വ്യത്യസ്ത വ്യാഖ്യാനങ്ങൾ നമുക്കറിയാമല്ലോ. സമരിയാക്കാരി സ്ത്രീയാണ്. 5 ഭർത്താക്കന്മാർ ഇപ്പോൾ ഉള്ളവളായിരുന്നു. ഇപ്പൊ അതില്ല, 6ാമത്തവന്റെ കൂടെ 5 ഭർത്താക്കന്മാരുടെ കൂടെ ജീവിച്ചിട്ട് പോലും ലോകത്തിന്റെ സുഖവും സംതൃപ്തിയും മതിയാവാതെ ഇപ്പോൾ 6ാമത്തെ വ്യക്തിയുടെ കൂടെ ജീവിക്കുന്ന വ്യക്തി എന്ന് വെച്ചാൽ ലോകത്തിന്റെ തിന്മകളുടെ പിന്നാലെ പോയി, സുഖലോലുപത ജഡമോഹങ്ങളുടെ പിന്നാലെ പോയി, തൃപ്തിപ്പെടാത്ത വീണ്ടും വീണ്ടും ദാഹത്തോടെ ലോകത്തിന്റെ സുഖത്തിന് വേണ്ടി പോയ വ്യക്തി. ഈശോ അവൾക്ക് വേണ്ടി കാത്തിരുന്നു, അവൾക്ക് വേണ്ടി സമയം ക്രമീകരിച്ചു. തീർന്നില്ല, അവളെ തന്നെ സ്നേഹത്താൽ നിറച്ചു. ഒരു ദേശത്തെ മുഴുവൻ നേടാൻ സമരിയ ദേശത്തേക്ക് ഈശോ അവളെ പറഞ്ഞയച്ചു. ഒരു ദേശത്തേക്ക് ശുശ്രൂഷയ്ക്ക് വേണ്ടി പറഞ്ഞയക്കുമ്പോൾ അത്യാവശ്യം സൽപ്പേരുള്ള ആളെ നോക്കി പറഞ്ഞയക്കാൻ ഈശോ നിന്നില്ല. മനുഷ്യൻ അംഗീകരിക്കുന്ന ഒരു വ്യക്തിയെ നോക്കി പറഞ്ഞയക്കാൻ വേണ്ടി ഈശോ നിന്നില്ല. കുറച്ച് പെർഫെക്ഷൻ ഉള്ള വ്യക്തിയെ നോക്കിയിട്ട് പറഞ്ഞയക്കാൻ നിന്നില്ല. ആ ദേശത്ത് പാപത്തിന്റെ വഴിയെ നടന്ന, ലോകത്തിന് മുമ്പ് സമരിയ ദേശത്ത് ഒരു എതിർസാക്ഷ്യമായി നടന്ന വ്യക്തി. ഒരു സമരിയാക്കാരി സ്ത്രീക്ക് 5 ഭർത്താക്കന്മാർ അവരെ സ്വീകരിക്കാമെന്നാണ് അവരുടെ നിയമമെന്ന് എവിടെയോ വായിച്ചു തുറക്കുകയാണ്. 5 ഭർത്താക്കന്മാരെ സ്വീകരിക്കുക അത് ലീഗലാണ്. അതിൻ്റെ അപ്പുറത്ത് 6ാമത്തവന്റെ കൂടെ ജീവിക്കുന്നതാണ് ഇവള്. അവിടെ നിയമം തെറ്റിച്ചു, സമൂഹത്തിന്റെ സിസ്റ്റം അവൾ തെറ്റിച്ചു. അവളെയാണ് കർത്താവ് സമരിയ ദേശത്തേക്ക് പറഞ്ഞയക്കുന്നത്. ആ സമരിയക്കാരി സ്ത്രീയുടെ സാക്ഷ്യം കേട്ട് അനേകർ യേശുവിന്റെ അടുക്കിലേക്ക് വന്നു. അവളെ ഈ കർത്താവ് ശക്തിപ്പെടുത്തി അവിടുത്തെ സാക്ഷിയാക്കി മാറ്റി. ഹല്ലേലൂയ. ഈശോയെ നന്ദി. വീണ്ടും നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ 4ാമത്തെ ഒരു വ്യക്തി അത് ചുങ്കക്കാരൻ മത്തായി ആണ്. റോമാ സാമ്രാജ്യത്തിന് വേണ്ടി യഹൂദ ജനത്തിൽ നിന്ന് നികുതി പിടിച്ച് കൂടുതലും പിരിച്ച് ജനത്തെ ചൂഷണം ചെയ്യുന്ന വ്യക്തി, സാമ്പത്തിക മേഖലയിൽ കൃത്യതയില്ലാത്ത വ്യക്തി, എങ്ങനെയും മനുഷ്യരെ പീഡിപ്പിച്ചിട്ടാണെങ്കിൽ കുഴപ്പമില്ല, സ്വന്തം കാര്യം നടക്കണം എന്നതിനെ കുറിച്ച് മാത്രം ചിന്തിക്കുന്ന വ്യക്തി. അവന്റെ ബയോഡാറ്റ നോക്കി, അവന്റെ കോണ്ടാക്ട് സർട്ടിഫിക്കറ്റ് നോക്കിയാൽ അവനെ ഒരു നേതാവും തൻ്റെ അനുഗാമിയായി എടുക്കുകയില്ല. പക്ഷെ യേശു അവനെ ചുങ്കം പിരിച്ചുകൊണ്ട് നിന്ന സ്ഥലത്ത് നിന്ന്, അവൻ ചെയ്തിരുന്ന പ്രവൃത്തിയുടെ മേഖലയിൽ നിന്ന് യേശു അവനെ വിളിച്ചു, കൂടെ നിർത്തി, ട്രെയിനിങ് കൊടുത്തു. അവൻ ദുർബലന് ശക്തി കൊടുത്തു. സകല ജനതകളോട് സുവിശേഷം എഴുതാൻ, മത്തായിയുടെ സുവിശേഷം എഴുതാൻ, യേശുവിന്റെ സുവിശേഷം എഴുതിയ മത്തായി സുവിശേഷകനാക്കി കർത്താവ് അവനെ മാറ്റി. ഇന്ന് ലോകത്തിൽ ബൈബിൾ എടുത്ത് വായിക്കുമ്പോൾ അതിൽ ആദ്യത്തെ സുവിശേഷം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷമാണ്. പണ്ട് ചുങ്കക്കാരനായിരുന്നു, ഇടറി നടന്നവനാണ്, സ്വന്തം ജനത്തെ പീഡിപ്പിക്കാൻ വേണ്ടി സാമ്പത്തിക മേഖലയിൽ കൂടുതൽ ടാക്സുകൾ വാങ്ങിയ വ്യക്തിയാണ്. പക്ഷെ അവനിന്ന് യേശുവിനെ കണ്ടു. അവനിന്ന് യേശുവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആത്മാക്കളെ നേടുന്ന, യേശുവിന്റെ രാജ്യത്തിന് വേണ്ടി ആത്മാക്കളെ നേടുന്ന സുവിശേഷകനാക്കി കർത്താവ് മാറ്റി. 4ാമത്തെ വ്യക്തിയാണ് ചുങ്കക്കാരനായ മത്തായി എന്ന് വിശുദ്ധ മത്തായി സുവിശേഷകൻ. 5ാമത്തെ ഒരു വ്യക്തി വിശുദ്ധ ബൈബിളിൽ നമ്മൾ കാണുന്നത് ദാവീദ് രാജാവാണ്. ആടിനെ മേയിച്ച് നടന്ന സമയത്ത് ദൈവത്തിന്റെ പ്രത്യേക തിരഞ്ഞെടുപ്പോടുകൂടി ഗോലിയാത്തിനെ നേരിടാൻ വേണ്ടി പുറപ്പെട്ട ദാവീദ് ദൈവത്തിന്റെ സന്നിധി വലിയ സന്തോഷത്തോടെ അഭിഷേകത്തോടെ നിന്ന വ്യക്തി, ഒരു വേള അവന്റെ ജീവിതത്തിൽ അധികാരമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൊട്ടാരത്തിൽ അവൻ സന്ധ്യാസമയത്ത് കിടന്നുറങ്ങുന്ന വ്യക്തിയായി തീർന്നു. പണ്ട് യുദ്ധം ചെയ്തിരുന്നവൻ യുദ്ധം ചെയ്യാൻ പോകാതെ അലസനായി കഴിഞ്ഞിരുന്നു. പണ്ട് വാഗ്ദാന പേടകം വരുമ്പോൾ തുള്ളിച്ചാടി നൃത്തം ചെയ്തിരുന്ന വ്യക്തി ഇന്ന് വാഗ്ദാന പേടകം സേവകന്മാരുടെ കയ്യിൽ യുദ്ധക്കളത്തിലേക്ക് കൊടുത്തയച്ചിട്ട് അവൻ കൊട്ടാരത്തിൽ കഴിയുകയാണ്. ആത്മീയ കാര്യത്തിൽ തീക്ഷ്ണത കുറഞ്ഞു, അലസത വന്നു, ഉദാസീനത വന്നു, സുഖലോലുപത എന്നൊരു പാപം അവന്റെ ജീവിതത്തിൽ വന്നു. അത് മറ്റനേകം പാപങ്ങളിലേക്ക്, വ്യഭിചാരത്തിലേക്കും കൊലപാതകത്തിലേക്കും അതുമായി ബന്ധപ്പെട്ട ഒത്തിരി തിന്മയുടെ പ്രവൃത്തികളിലേക്ക് അവൻ വീണുപോയി. പക്ഷേ ദാവീദ് രാജാവിനെ കുറിച്ച് നടപടി പുസ്തകത്തിൽ 13-ാം അധ്യായത്തിൽ 22-ഉം 23-ഉം വാക്യങ്ങളിൽ വചനം പഠിപ്പിക്കുന്നു, ജസ്സയുടെ പുത്രനിൽ എൻ്റെ ഹൃദയത്തിനിണങ്ങിയ വ്യക്തിയെ ഞാൻ കണ്ടു എന്ന്. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ലോകത്തിന്റെ മുമ്പിൽ കഠിനപാപിയായ വ്യക്തിയാണ് ദാവീദ്.
ദൈവത്തിന്റെ മുമ്പിൽ അവിശ്വസത ചെയ്ത വ്യക്തിയാണ് ദാവീദ്. പക്ഷേ അവൻ അനുദപിച്ചു. 51 സങ്കീർത്തനം 11 വാക്യം. തൻ്റെ ജീവിതത്തിന്റെ അകൃത്യം എന്താണെന്ന് മനസ്സിലാക്കിയ ദാവീദ് തൻ്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ തന്നെ ദൈവം ഉയർത്തിയ അഭിഷേകത്തിന്റെ നിലയിൽ നിന്ന് അവിശ്വസ്തതയുടെ അവസ്ഥയിലേക്ക് വീണുപോയി. അത് തിരിച്ചറിഞ്ഞ ദാവീദ് വേറെ ഒന്നും ചിന്തിക്കുന്നില്ല. അവൻ ദൈവത്തിന്റെ സന്നദ്ധി കരഞ്ഞു പ്രാർത്ഥിച്ചു, കർത്താവേ അങ്ങയുടെ സന്നദ്ധി തന്നെ തള്ളിക്കളയരുത്, കർത്താവേ അങ്ങയുടെ സന്നദ്ധി തള്ളിക്കളയരുത്. എൻ്റെ രാജ്യത്വം എടുത്തു കളയരുതാൻ പ്രാർത്ഥിച്ചില്ല, എൻ്റെ അധികാരം എടുത്തു കളയരുതാൻ പ്രാർത്ഥിച്ചില്ല, എന്റെ സൈന്യത്തെ എടുത്തു കളയരുത്, എന്റെ ജീവിത പങ്കാളിയെ മക്കൾ എടുത്തു കളയരുത്, ഇതൊന്നും അവൻ പ്രാർത്ഥിക്കുന്നില്ല. ദാവീദ് നിലവിളിച്ച് കരഞ്ഞത് ഒറ്റ കാര്യത്തിന് മാത്രമാണ്, കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത്. ദാവീദ് ദൈവത്തെ സ്നേഹിച്ചൊരു വ്യക്തിയായിരുന്നു. എല്ലാത്തിനുപരി ഈശോയ്ക്ക് വേണ്ടി, എല്ലാത്തിനുപരി കർത്താവിന് വേണ്ടി ജീവിതം മാറ്റിവെച്ച വ്യക്തിയായിരുന്നു. ജീവിതം പോയാലും കുഴപ്പമില്ല, ഗോലിയാത്തിന്റെ മുൻപിൽ വെറും കല്ലും കവണയുമായി പോകുമ്പോ അവൻ വിശ്വസിച്ച ദൈവത്തിൽ അവനൊരു പൂർണ്ണ ബോധ്യമുണ്ടായിരുന്നു. ദൈവത്തിന് വേണ്ടി ദാഹിച്ച വ്യക്തി. അതുകൊണ്ട് ദൈവത്തിന് വേണ്ടി ദാഹിച്ചത് കൊണ്ട് തൻ്റെ ഭാര്യ മികാൽ കളിയാക്കിയാലോ നാട്ടുകാരെന്ത് വിചാരിച്ചാലോ ജനക്കൂട്ടത്തിന് മുമ്പിൽ പുറങ്കുപ്പായം പോയതൊന്നും ഈ ദാവീദിന് പ്രശ്നമല്ല. കാരണം അവന്റെ ഒന്നാമത്തെ പ്രയോറിറ്റി, ഒന്നാമത്തെ സ്ഥാനം അവന്റെ ദൈവമായിരുന്നു. അതുകൊണ്ട് പറഞ്ഞു, കർത്താവേ അങ്ങയുടെ സന്നിധിയിൽ നിന്ന് എന്നെ തള്ളിക്കളയരുത് എന്ന്. ആ ദാവീദിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്, ജെസ്സയുടെ പുത്രനായ ദാവീദിൽ എൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയ ഒരു വ്യക്തിയെ ഞാൻ കണ്ടു എന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ. തുടർന്ന് ബൈബിളിൽ സാവൂളിന്റെ ജീവിതമാണെങ്കിലും മോശപ്രവാചകന്റെ ജീവിതമാണെങ്കിലും അപ്പോസ്തലന്മാരുടെ ജീവിതത്തിലാണെങ്കിലും ഇതേ കാര്യങ്ങൾ നമ്മൾ കാണുകയാണ്. ഒരിക്കൽ വീണവർ തിരിച്ചു വന്നു, കർത്താവ് അവരെ ശക്തിപ്പെടുത്തി. പ്രത്യേകിച്ച് നമ്മളൊക്കെ സാധാരണ പാട്ട് പാടുമ്പോൾ പാടുന്നതാണ്, ഏലിയായുടെ ദൈവമേ, എലീഷായുടെ ദൈവമേ എന്നൊക്കെ. പ്രവാചകന്മാരെ വെച്ച് ശക്തനായ പ്രവാചകൻ, ദൈവം നേരിട്ട് വന്ന് പ്രവാചകനെ ജീവനോടെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന അവസ്ഥയൊക്കെ ഏലിയായുടെ ജീവിതത്തിൽ കാണുന്നതാണ്. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ മഹത്വത്തിന്റെ ശുശ്രൂഷ ചെയ്ത ഏലിയ പ്രവാചകൻ, രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ കാർമൽ മലയിൽ ബാലിന്റെ പ്രവാചകന്മാരെ വിളിച്ചു വരുത്തി, കർത്താവിന്റെ ജനത്തെ വിളിച്ചു വരുത്തി, ജനത്തിന്റെ മുമ്പിൽ കർത്താവിന്റെ മഹത്വം വെളിപ്പെടുത്തുന്ന പ്രവാചകൻ. അവന്റെ മുമ്പിൽ മരണഭയം ഉണ്ടായിരുന്നില്ല. രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകത്തിൽ 18-ാമത്തെ അധ്യായത്തിൽ 37-ാമത്തെ വാക്യത്തിൽ ഏലിയ പ്രവാചകൻ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ്, കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, അങ്ങ് മാത്രമാണ് ദൈവവും കർത്താവേ എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ, അങ്ങ് മാത്രമാണ് ദൈവമെന്നും അങ്ങ് ഇവരുടെ ഹൃദയങ്ങളെ തിരിച്ചു വിളിക്കുന്നെന്നും അവർ അറിയുന്നതിന് എൻ്റെ പ്രാർത്ഥന കേൾക്കണമേ. കാർമൽ മലമുകളിൽ അഗ്നി ഇറക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രവാചകനാണ്. 38-ാമത്തെ വാക്യം വചനം പഠിപ്പിക്കുകയാണ്, ഉടനെ കർത്താവിൽ നിന്ന് അഗ്നി ഇറങ്ങി ബലിവസ്തുവും വിറകും കല്ലും മണ്ണും ദഹിപ്പിക്കുകയും ചാലിലെ വെള്ളം വറ്റിക്കുകയും ചെയ്തു. ഇത് ഏലിയ പ്രവാചകന് മഹത്വത്തിന്റെ ശുശ്രൂഷയാണ്, അഗ്നി ഇറക്കുന്ന ശുശ്രൂഷ. 18-ാം അധ്യായത്തിൽ അഗ്നി ഇറക്കിയ പ്രവാചകനെ കുറിച്ച് 19-ാം അധ്യായത്തിൽ വചനം പഠിപ്പിക്കുകയാണ്. ജസബല് ഈ പ്രവാചകനെ കൊല്ലാൻ വേണ്ടി പരിശ്രമിക്കുമ്പോൾ അതിനെക്കുറിച്ച് ചിന്തിച്ചു തുടങ്ങിയപ്പോൾ രാജാക്കന്മാരുടെ 1-ാമത്തെ പുസ്തകം 19-ാം അധ്യായത്തിൽ 3 മുതൽ വാക്യങ്ങൾ, ഏലിയ ഭയപ്പെട്ട് ജീവരക്ഷാർത്ഥം പലായനം ചെയ്തു. 4-ാമത്തെ വാക്യം, അവിടെ നിന്ന് അവൻ തനിയെ മരുഭൂമിയിലൂടെ ഒരു ദിവസത്തെ വഴി നടന്ന് ഒരു വാടാമുൾച്ചെടിയുടെ തണലിരുന്നു. തീർന്നില്ല, കഴിഞ്ഞ ദിവസം അഗ്നി ഇറക്കിയ പ്രവാചകൻ നിലവിളിക്കുകയാണ്. അവൻ മരണത്തിനായി പ്രാർത്ഥിച്ചു, കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും. തലേ ദിവസം അനേകാര്യങ്ങളുടെ മുമ്പിൽ അഗ്നി ഇറക്കുന്ന മഹത്വത്തോടെ ശുശ്രൂഷ ചെയ്ത പ്രവാചകൻ ഇന്നിതാ മരുഭൂമിയിൽ ഒരു മുൾച്ചെടിയുടെ അടിയിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, മുൾച്ചെടിയുടെ ആ ഒരു തണലിൽ കടന്നുകൊണ്ട് പ്രാർത്ഥിക്കുക, കർത്താവേ മതി, കർത്താവേ മതി, എൻ്റെ പ്രാണനെ സ്വീകരിച്ചാലും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ കടന്നു പോയപ്പോൾ ഇതിൽ ഈ ശുശ്രൂഷയെ പങ്കെടുത്ത അനേകരും മരണത്തെ സ്നേഹിച്ചിട്ടുണ്ട്. ഇതിലും ഭേദം മരിച്ചാൽ മതി എന്ന് വിചാരിച്ച വ്യക്തികളുണ്ട്. പക്ഷേ ആ പ്രവാചകന്റെ ജീവിതത്തിൽ ദൈവമായ കർത്താവ് എന്താ ചെയ്യുന്നത്? 19-ാമത്തെ അധ്യായത്തിൽ 6-ാമത്തെ വാക്യമായപ്പോഴേക്കും 5-ാമത്തെ വാക്യമായപ്പോഴേക്കും കർത്താവിന്റെ ദൂതൻ അവനെ തട്ടി ഉണർത്തി. പ്രൈസ് ദി ലോർഡ്.
ഹല്ലേലൂയ. മരിച്ചാൽ മതി എന്ന് പറഞ്ഞൊരു വാടാമുൾച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങുന്നവന് കർത്താവിൻ്റെ ദൂതൻ തട്ടി ഉണർത്തി എന്നിട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക എന്ന് പറഞ്ഞു. എഴുന്നേറ്റ് നോക്കിയപ്പോൾ ചുടുകല്ലിൽ ചുട്ടെടുത്ത അപ്പവും ഒരു പാത്രം വെള്ളവും ഇതാ തലക്കൽ ഇരിക്കുന്നതും അവൻ കണ്ടു. അത് കഴിച്ച് അവൻ വീണ്ടും കടന്നു. പ്രൈസ് ദി ലോർഡ്. ഭക്ഷണം കഴിച്ച് വീണ്ടും കടക്കുന്നവന് കർത്താവിൻ്റെ ദൂതൻ വീണ്ടും അവനെ തട്ടി ഉണർത്തി പറഞ്ഞു, എഴുന്നേറ്റ് ഭക്ഷിക്കുക, അല്ലെങ്കിൽ യാത്ര ദുഷ്കരമാകും. പ്രിയപ്പെട്ടവരെ, മരിക്കാൻ വേണ്ടി ആഗ്രഹിച്ച് മുൾച്ചെടിയുടെ തണലിൽ കിടന്നുറങ്ങിയവന് കർത്താവിൻ്റെ ദൂതൻ വന്ന് അവനെ എഴുന്നേൽപ്പിക്കുകയാണ്, അവനെ ശക്തിപ്പെടുത്തുകയാണ്. നമ്മൾ തുടക്കത്തിൽ കണ്ടു യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 29-ാമത്തെ വാക്യം, തളർന്നവന് അവിടുന്ന് ബലം നൽകുന്നു. തളർന്നവൻ അവിടുന്ന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുകയും ചെയ്യുന്നു. മരണം ആഗ്രഹിച്ച് കടന്ന പ്രവാചകന് വേണ്ടി ചുടുകല്ലെ ചുട്ടെടുത്ത അപ്പം കൊടുത്തിട്ട് അവനോട് നീ വീണ്ടും ഭക്ഷിക്കുക, ഇനിയും നീ യാത്ര ചെയ്യേണ്ടതുണ്ടെന്ന് പറഞ്ഞ് ശക്തിപ്പെടുത്ത ദൂതൻ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അന്ന് മരണത്തിന് വേണ്ടി ആഗ്രഹിച്ച പ്രവാചകൻ അടുത്ത ദിവസങ്ങളിൽ വീണ്ടും കർത്താവിൻ്റെ മഹത്വത്തോടുകൂടി ശുശ്രൂഷ ചെയ്യുന്നത് രാജാക്കന്മാരുടെ പുസ്തകത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിനുശേഷമാണ് ഈ ഏലിയ പ്രവാചകന് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടുന്നതും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ, നിങ്ങൾ ലോകത്തിലെ ഏത് ദിക്കിലാണെങ്കിലും ഇന്ന് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ തളർന്നു കിടക്കുന്ന വ്യക്തിയായിരിക്കാം, ശരീരത്തിൽ ഞെരുക്കത്തിലൂടെ കടന്നുപോയി, മനസ്സിൽ ഞെരുക്കത്തിലൂടെ കടന്നുപോയി, ആത്മീയ ജീവിതത്തിൽ ഒത്തിരിയേറെ പാളിച്ച വന്ന് ഏലിയ പ്രവാചകനെ പോലെ കർത്താവേ എനിക്ക് മരിച്ചാൽ മതി, ഇനി മുന്നോട്ട് പോകില്ല എന്ന് വിചാരിച്ച് കിടക്കുന്ന വ്യക്തികളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട ദൈവമൈതലേ, നിന്റെ ദൈവത്തിന്റെ വാഗ്ദാനമാണ്, അവിടുന്ന് തളർന്നവന് ബലം നൽകുന്നു, ദുർബലന് ശക്തി പകരുന്നു. യെശയ്യായുടെ പ്രവചനം 40-ാം അധ്യായത്തിൽ 31-ാമത്തെ വാക്യം, എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിക്കുന്നല്ല പറയുന്നത്, വീണ്ടും ശക്തി പ്രാപിക്കും. എന്ന് വെച്ചാൽ പണ്ട് ശക്തി ഉണ്ടായിരുന്നു, അതെങ്ങനെയോ നഷ്ടപ്പെട്ടു പോയി, അതെങ്ങനെയോ ചോർന്നു പോയി, ഇന്ന് വീണ്ടും ശക്തി പ്രാപിക്കും. തീർന്നില്ല, വെറുതെ ശക്തി പ്രാപിക്കുകയല്ല, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. പ്രിയപ്പെട്ട ദൈവപൈതലേ, നീ വീണ് പോയതാണെങ്കിൽ, നീ ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നതാണെങ്കിൽ, ഇനി നീ ഒന്ന് എഴുന്നേറ്റാൽ കർത്താവ് നിനക്ക് അഭിഷേകം എന്ന് പറഞ്ഞത് ഓടിയാലും ക്ഷീണിക്കാത്ത, നടന്നാലും തളരാത്ത, കർത്താവിനെ വിട്ടുപിരിയാത്ത ഒരു അഭിഷേകം. അതാണ് വിശുദ്ധ മഗ്ദലേന കർത്താവ് കൊടുത്തത്. ഒരു വേള ജീവിതത്തിൽ ഇടറിപ്പോയവൾ ഈശോയെ കണ്ടു, ഈശോയെ സ്നേഹിച്ചു, ഈശോയ്ക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ചു. പിന്നീട് അവർ ഇടറിയില്ല, പിന്നീട് അവൾ പതറിയില്ല, പിന്നീട് യേശുവിൻ്റെ കബറിടത്തിൽ പോലും കാവൽ നിൽക്കാൻ അവൾ ശക്തിയായിരുന്നു. എന്ന് ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് കണ്ണുകളൊന്ന് അടയ്ക്കാം, കരങ്ങളത് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെ ഇടറിപ്പോയ നാളുകൾ, വിശുദ്ധരാരും തന്നെ അവരുടെ ജീവിതം പൂർണ്ണതയോടെ ആരംഭിച്ചവരല്ല, പക്ഷെ ജീവിതം പൂർണ്ണതയിൽ അവസാനിപ്പിച്ചവരാണ്. പൗലോസ് അപ്പോസ്തലൻ തന്നെ പറയുന്നുണ്ട്, ജീവിതകാലത്ത് ഞാനിതെല്ലാം നേടിയെടുത്തെന്ന് കരുതുന്നില്ല, എങ്കിലും എൻ്റെ പിന്നിലുള്ളവയെ മറന്ന് ഞാൻ മുമ്പിലുള്ള ലക്ഷ്യമാക്കി ഓടിക്കൊണ്ടിരിക്കുന്നു. ജീവിത സായാഹ്നത്തിൽ മരിക്കുന്ന സമയം ആകാറായപ്പോഴേക്കും പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ഞാൻ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി. ഇത് ആരംഭിക്കുന്നത് ഇന്ന് ആരംഭിക്കാം, ഒരുപക്ഷെ നാളെ ആരംഭിക്കാം, ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഒരു നിമിഷത്തിൽ ഇത് ആരംഭിക്കാം. പക്ഷേ ഇത് അവസാനിപ്പിക്കുന്നത് ജീവിത അവസാനത്തോടെയാണ്. അത് മരണത്തോടെ അവസാനിപ്പിക്കുകയുള്ളൂ. അതുവരെ ഓടിക്കൊണ്ടിരിക്കണം, അതുവരെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കണം. കരങ്ങളൊന്ന് കർത്താവിന്റെ സന്നിധിയിലേക്ക് ഉയർത്തിപ്പിടിക്കാം. മോശ കരങ്ങൾ ഉയർത്തിയപ്പോൾ ഇസ്രായേലിനെ യുദ്ധം ചെയ്തതുപോലെ ഇന്ന് നമ്മൾ കർത്താവിന്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്തുമ്പോൾ കർത്താവിന്റെ ശുശ്രൂഷയിലുള്ളവർ, വിശ്വാസ മേഖലയിൽ പതറിപ്പോയവരുടെ മേൽ കർത്താവിന്റെ ശക്തി കർത്താവ് ചൊരിയൂ. കരങ്ങൾ ഉയർത്തി സ്വരമുയർത്തി കർത്താവിനെ സ്തുതിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, കൃപ ചൊരിയണമേ. തളർന്നവന് ബലം നൽകുന്ന കർത്താവേ, തളർന്നവന് ബലം നൽകുന്ന കർത്താവേ, ദുർബലന് ശക്തി പകരുന്ന കർത്താവേ, ഇന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, ഞങ്ങൾക്ക് ബലം നൽകണമേ, ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ, ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധാത്മാവേ, എല്ലാവരും സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, 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 ശക്തിപ്പെടുത്തണമേ, 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 ശക്തിപ്പെടുത്തണമേ. ഏലിയായെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവേ,
പ്രവാചകരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, ശിഷ്യന്മാരെ ശക്തിപ്പെടുത്തിയ പരിശുദ്ധാത്മാവ്, മഗ്ദല മറിയത്ത് അപ്പസ്തോലന്മാരുടെ അപ്പസ്തോലയാക്കി ഉയർത്തിയ പരിശുദ്ധാത്മാവ്, കരങ്ങളടിച്ച് ചേർന്ന് പാടി പ്രാർത്ഥിക്കാം. ആപതിച്ച് പാടി ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. ായിരിക്കുന്ന പുതിയ സൃഷ്ടിയാണ്. അഭിഷേകം പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ, അഭിഷേകം പകരൂ പരിശുദ്ധാത്മാവേ, വരദാനങ്ങൾ നൽകൂ പരിശുദ്ധാത്മാവേ, 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 കരങ്ങൾ ഉയർത്തി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മാവേ, ഞങ്ങളുടെ സഹായകന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ സഹായകന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഞങ്ങളുടെ സഹായകന് ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, പരിശുദ്ധമേ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിന് മധ്യസ്ഥനായി ഈ ശുശ്രൂഷയെ നേഴ്സസ് മിനിസ്റ്ററി ശുശ്രൂഷയെ സമാപിക്കുന്നു. കാനായിലെ കുറവുകൾ പരിഹരിച്ച് ഈശോയുടെ നാമത്തെ മഹത്വപ്പെടുത്തിയതുപോലെ അമ്മയുടെ പ്രത്യേക മധ്യസ്ഥം വഴി ഈ ശുശ്രൂഷ എല്ലാ കുറവുകളും പരിഹരിച്ച് ഈശോയുടെ നാമം ഉയർത്തപ്പെടാൻ വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. അമ്മയുടെ മക്കൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തിയും വിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ സമയത്തും. ഹല്ലേലൂയ. സർവലോകപാലകനെ ആരാധിച്ചിടാം, സർവാധിപനാം കർത്താവിനെ ആരാധിച്ചിടാം, സർവലോകപാലകനെ ആരാധിച്ചിടാം, സർവാധിപനാം കർത്താവിനെ ആരാധിച്ചിടാം, ഭൂസ്വർഗത്തിൻ രാജാവിനെ ആരാധിച്ചിടാം, ഭൂതലത്തിൽ വാഴുന്നവനെ ആരാധിച്ചിടാം, ഭൂസ്വർഗത്തിൻ രാജാവിനെ ആരാധിച്ചിടാം, ഭൂതലത്തിൽ വാഴുന്നവനെ ആരാധിച്ചിടാം,
പ്രാർത്ഥനയിലേക്ക് വരാം. യേശയ്യാപ്രവാചകന്റെ പുസ്തകം 40-ാം അധ്യായം 29-ാം വാക്യം, തളർന്നവന് അവിടുന്ന് ബലം നൽകും, ദുർബലന് ശക്തി പകരും. എൻ്റെ അടുക്ക വരുന്നവർ ഞാനൊരിക്കലും തള്ളിക്കളയുകയില്ല എന്ന് പറഞ്ഞ കർത്താവ്. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 3-ാം അധ്യായം 22-ാം വാക്യം, അവിശ്വസ്തരായ മക്കളെ തിരിച്ചു വരുവേൻ, ഞാൻ നിങ്ങളുടെ അവിശ്വസ്തത പരിഹരിക്കാം എന്ന് പറഞ്ഞ കർത്താവ്. ഇന്ന് കർത്താവിൻ്റെ സന്ധിയിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളും കഴിഞ്ഞ കാല ജീവിതത്തിൻ്റെ എല്ലാ തകർച്ചകളും, ശരീരത്തിൻ്റെ രോഗത്തിൻ്റെ പിടകൾ, മനസ്സിൻ്റെ ഭാരങ്ങൾ, ആത്മാവിലെ കറകൾ, എന്തിനോർത്താണോ ഇന്ന് അസ്വസ്ഥപ്പെട്ട കർത്താവിലായിരിക്കുന്നത് അത് കർത്താവിന് കൊടുക്കാം. വചനം പഠിപ്പിക്കുന്നു, അവിടുന്ന് തളർന്നവന് ബലം നൽകും, ദുർബലനെ ശക്തിപ്പെടുത്തും. കർത്താവിൻ്റെ കൃപ, കർത്താവിൻ്റെ അഭിഷേകം ഓരോ ഹൃദയങ്ങളിലേക്കും സ്വീകരിക്കാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. മനുഷ്യൻ്റെ ആഗ്രഹമോ പ്രയത്നമല്ല, ദൈവത്തിൻ്റെ ദയയാണ് എല്ലാത്തിൻ്റെ അടിസ്ഥാനം. ഞങ്ങൾ അങ്ങയുടെ ദയയിൽ ശരണമിക്കുന്ന കർത്താവേ. കർത്താവേ, അങ്ങയുടെ സ്ഥാനത്തിലേക്ക് ഞങ്ങളുടെ ജീവിതങ്ങളെയും ഭാരമേൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഭാരമേൽപ്പിക്കുവാൻ അവിടുന്ന് നിങ്ങളുടെ കാഴ്ച ശ്രദ്ധാലുവാണെന്ന് അവിടുത്തെ അപേക്ഷിച്ചിട്ടുണ്ടല്ലോ. സകല ദേശങ്ങളിലുള്ള സകല ജനപദങ്ങളും
കർത്താവിൻ്റെ കരുണ സ്വീകരിക്കട്ടെ. ദുർലഭ ശക്തി പ്രാപിക്കട്ടെ. കരങ്ങൾ ഈശോത്തിലേക്ക് ഉയർത്തി മനസ്സ് തുറന്ന് കർത്താവിനെ സ്തുതിച്ച് അവിടുത്തെ ആശീർവാദം സ്വീകരിക്കുക. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരുണയിൽ ആശ്രയിക്കാൻ തീരുമാനമെടുക്കുക. എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർ വീണ്ടും ശക്തി പ്രാപിക്കും. അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചുയരും. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. അവർ ഓടിയാലും ക്ഷീണിക്കുകയില്ല, നടന്നാൽ തളരുകയുമില്ല. എത്ര നന്ദി പറഞ്ഞാലും മതിവരാത്ത അനുഗ്രഹങ്ങളാണ് ഈശോ കഴിഞ്ഞ മണിക്കൂറിൽ നമ്മിലേക്ക് വർഷിച്ചത്. നമ്മുടെ ഹൃദയത്തിലെ നൊമ്പരങ്ങളെ തുടച്ചു നീക്കി സന്തോഷവും സമാധാനവും നിറച്ച് പ്രത്യാശയുടെ തിരുനാളങ്ങൾ തെളിയിച്ചു. ഈശോയ്ക്ക് 1000 സ്തുതിയും സ്തോത്രവും ഉണ്ടായിരിക്കട്ടെ. ഈ എപ്പിസോഡിൻ്റെ പുനഃസംപ്രേഷണം വരുന്ന വ്യാഴം വെള്ളി ദിവസങ്ങളിൽ ഉണ്ടായിരിക്കുന്നതാണ്. അടുത്ത ഞായറാഴ്ച ഈ ധ്യാനത്തിൻ്റെ 2ാം ദിവസത്തിലേക്ക് നാം കടക്കുമ്പോൾ പ്രാർത്ഥിച്ച് കൂടുതൽ തീക്ഷ്ണതയോടെ നമുക്കതിലേക്ക് ഒരുങ്ങാം. ഈ ധ്യാനത്തെപ്പറ്റി അറിയാത്ത ഏതെങ്കിലും നേഴ്സുമാർ നമ്മുടെ ഇടയിലുണ്ടെങ്കിൽ അവരെയും നമുക്ക് അടുത്ത ഞായറാഴ്ചത്തെ ധ്യാനത്തിൽ പങ്കെടുപ്പിക്കണം. അങ്ങനെ ലോകാതിർത്തി വരെ സുവിശേഷം എത്തിക്കുക എന്ന ദൗത്യത്തിൽ നമുക്കും പങ്കുചേരാം. അതിനുള്ള കൃപയ്ക്കായി ലോകമെമ്പാടുമുള്ള എല്ലാ നേഴ്സുമാരെയും അവരുടെ കുടുംബങ്ങളെയും റാഫ യഹോവ ധ്യാനത്തെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം ബലിയായി ഈശോയ്ക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഓരോ നേഴ്സും ഒരു വിശുദ്ധനായി ഒരു വിശുദ്ധയായി തീരട്ടെ. ദൈവമാതാവും ഞങ്ങളുടെ അമ്മയുമായ കന്യകാമറിയമേ, ഫാത്തിമാനാഥേ, എന്നെയും എൻ്റെ കുടുംബത്തെയും തിരുസഭയെയും മാനവകുലത്തെയും ലോകമെമ്പാടുമുള്ള നേഴ്സുമാരെയും അങ്ങേ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുന്നു. അങ്ങേ ശക്തിയുള്ള സംരക്ഷണത്തിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. ആത്മീയവും ശാരീരികവുമായ സകല അപകടങ്ങളിലും ക്ലേശങ്ങളിലും നിന്ന് ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ. എല്ലാറ്റിലും ദൈവേഷ്ടം കണ്ടെത്തി നിറവേറ്റുവാനും യേശുവിൻ്റെ തിരുഹൃദയത്തിന് പ്രീതികരമായ വിധത്തിൽ ജീവിച്ച് സ്വർഗഭാഗ്യത്തിൽ എത്തിച്ചേരുവാനും കാരുണ്യനാഥേ, ഞങ്ങളുടെ സ്നേഹമുള്ള അമ്മേ, ഞങ്ങളെ സഹായിക്കണമേ. ആമേൻ. സർവശക്തനാണല്ലോ എൻ്റെ ദൈവം, ഇല്ലില്ല സാധ്യമായൊന്നുമില്ല. അഖിലാണ്ടത്തെ നിർമ്മിച്ചവൻ എൻ പിതാവല്ലോ എന്നാനന്ദം.